ആ നിയമമോ BJP ഒക്കെ ഭരിക്കുന്നതിന് ഒരു MP മാരുള്ളതിന് മുമ്പ് ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ജനസംഘത്തിൻ്റെ കാലഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ പൂർണ്ണ ആധിപത്യത്തിലുണ്ടായിരിക്കുന്ന നിയമം. ശിവാന്താ, ഓ എന്തൊക്കെയാണ് എൻ്റെ അച്ഛൻ്റെ ഒക്കെ വീരവാദം. ആ നിയമത്തിലെ കാര്യങ്ങൾ MEA പറയുമ്പോൾ അത് ഭരണഘടനാപരമായി മാറ്റം വേണമെങ്കിൽ മാറ്റം വരുത്തണം. അതാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പം പറയും മാഷ് പറയും പാർലമെൻറ്റിൽ ഞങ്ങൾ നിശ്ചയിക്കുന്ന ഭരണഘടനാ പ്രകാരം മാത്രമേ നടക്കുള്ളൂ, അതിനുശേഷം 2014 ശേഷമുള്ള ഒരു മാറ്റങ്ങളെ ഞങ്ങൾ അംഗീകരിക്കില്ല, പഴയത് മാത്രം അംഗീകരിക്കുന്നു. അപരാധം പറഞ്ഞു നടക്കണ മെയിൻ സപ്പോർട്ടാണ് അവൻ. ഒരു മാറ്റങ്ങൾ അംഗീകരിക്കുകയില്ല. ഇതെന്തൊരു ന്യായമാണ്? ഇതൊരു സാമാന്യ യുക്തിക്ക് വേണ്ടി. ഇതിപ്പോൾ ഹരീഷ് സാൽവെ അടക്കമുള്ള ആളുകളൊക്കെ എത്രയോ തവണ നാഷണൽ ടെലിവിഷൻ ചാനലിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കഷ്ടമാണ്. ഇതാ പറഞ്ഞത്, നിനക്കൊന്നും ഇല്ലെന്ന്. പിന്നെ സർക്കാർ പറയും ആർക്കാണ് പൗരത്വമെന്ന്. സർക്കാർ പറഞ്ഞിട്ടുണ്ടോ? സംസ്ഥാനങ്ങളിലെ BJP സർക്കാരോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരോ പറഞ്ഞിട്ടുണ്ടോ ഇന്നിൻ്റെതാണ് പൗരത്വമെന്ന്? രാജുവും അതേപോലെ ഹാഷ്മിയും പറയാൻ തയ്യാറാണ്. കളിക്കല്ലേ. ഇവിടെ 5 കാര്യങ്ങൾ: ജനനം, പിന്തുടർച്ച, രജിസ്ട്രേഷൻ, പ്രദേശങ്ങളുടെ സംയോജനം, സ്വാഭാവിക പൗരത്വം. ഇതല്ലേ സിറ്റിസൺഷിപ്പ് ആക്ടിൽ പറഞ്ഞേക്കുന്നത് 5 കാര്യങ്ങൾ. അത് ഞങ്ങൾ തിരുത്തിയിട്ടുണ്ടോ? ഞങ്ങൾ ഏതെങ്കിലും കൂട്ടിച്ചേർത്തിട്ടുണ്ടോ? അപ്പം ഇത്തരം കാര്യങ്ങൾ പ്രകാരം ആർക്കാണ് നഷ്ടപ്പെട്ടത് എന്ന് കൃത്യമായി പറയാൻ കഴിയണം. ഇപ്പോൾ രാജു ഇവിടെ ഇരുന്ന് നിരന്തരം നീണ്ട പ്രസംഗങ്ങൾ നടത്തുന്നുണ്ട്. മുസ്ലിങ്ങൾക്ക് ഒരുപാട് പൗരത്വം പോകണം. ഗുജറാത്തിൽ മുസ്ലിങ്ങൾക്ക് പൗരത്വം പോയ കണക്ക് വേണ്ട. നിങ്ങൾ സമരം ചെയ്ത ഒരു കേസ്, ഒരു ന്യൂസ് ഇട്ട് തന്നെ. ഞാൻ സെർച്ച് ചെയ്തിട്ടൊന്നും കാണുന്നില്ല. അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ.